പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ, ഓർത്തോപെഡിക് സർജൻ, വളാഞ്ചേരി നടക്ക ഹോസ്പിറ്റൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം ഓസ്റ്റിയോപോറോസിസ് അഥവാ എല്ലിൻ്റെ ബലക്ഷയം എന്നതിനെ പറ്റിയായിരുന്നു. പക്ഷേ ഇന്ന് ക്ഷമിക്കണം, എനിക്ക് ഈ വിഷയത്തിനെ പറ്റിയല്ല എന്നെനിക്ക് സംസാരിക്കാൻ തോന്നുന്നത്. കാരണം ഇന്ന് ഞാൻ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടായ വിഷയം, ഈ കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ബന്ധുവിനുണ്ടായ ഒരു തിക്താനുഭവം. ഇത് നമ്മുടെ ഈ കോവിഡ് വ്യാപനം മലപ്പുറം ജില്ലയിലും കേരളത്തിൽ പൊതുവെ മലപ്പുറം ജില്ല എവിടെ എത്തി നിൽക്കുന്നു എന്നതിന് ക്ലിയർ ആയിട്ടൊരു പിക്ചറാണ് നമുക്ക് തരാൻ പോകുന്നത്. ഇത് നമ്മളെ തികച്ചും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വിഷയമാണ്. എൻ്റെ അയൽവാസിയും എൻ്റെ ബന്ധുവുമായ 60 വയസ്സുള്ള ഒരു ഉപ്പ 3 ദിവസമായിട്ട് പനിയും ചുമയും പിടിച്ച് ഇരിക്കുകയായിരുന്നു. നാട്ടിൽ ഡോക്ടറെ കാണിച്ചു, കുറവില്ലാത്തതുകൊണ്ട് ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് രാവിലെ പോയി കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അവർ RT-PCR പ്രൈവറ്റിൽ നിന്ന് ചെയ്തു. അവർ വൈകുന്നേരം തന്നെ ആ റിപ്പോർട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് അൺഒഫീഷ്യലി അദ്ദേഹത്തെ വിളിച്ചറിയിച്ചു പോസിറ്റീവാണെന്ന്. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ദിശയിൽ വിളിച്ചറിയിക്കണം, അതുപോലെ ലോക്കൽ ഗവൺമെൻറ് ഡോക്ടറെ വിളിച്ചറിയിക്കാൻ പറഞ്ഞു. അതുപ്രകാരം അദ്ദേഹം ദിശയിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ദിശയിൽ അവർ പറഞ്ഞു സാധാരണ ഇപ്പം പറയുന്ന മാതിരി തന്നെ, കാരണം ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചികിത്സിക്കുക. ഇപ്പോൾ നമ്മൾ ആ പ്രോട്ടോക്കോളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഗവൺമെൻറ് ഡോക്ടറാണെങ്കിൽ ഒരു പൾസ് ഓക്സിമീറ്റർ കൊടുത്തിരുന്നു. അദ്ദേഹം പൾസ് ഓക്സിമീറ്റർ നോക്കിയിട്ട് ഓക്സിജൻ സാച്ചുറേഷൻ കുറവുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നോക്കി കുറവുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാനും പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ആയതോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ചുമ കൂടി ശ്വാസം മുട്ടൽ ക്രമാതീതമായി അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായൊരവസ്ഥയിലേക്ക് വന്നു. സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നതോട് കൂടിയിട്ട് അദ്ദേഹം ഗവൺമെൻറ് ഡോക്ടറെ ഇൻഫോം ചെയ്തു. അതോടൊരു ഗവൺമെൻറ് ഡോക്ടർ ഉടനെ തന്നെ തിരൂർ ജില്ലാ ആശുപത്രി കോവിഡ് സെൻ്ററിൽ പോകാൻ പറഞ്ഞു. അദ്ദേഹം ഉടനെ കോവിഡ് സെൻ്ററിൽ എത്തുകയും, പക്ഷെ അവിടുത്തെ അവസ്ഥ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ കോവിഡ് സെൻ്ററിൽ ശരിക്കും എല്ലാ ബെഡും ഫുള്ളായ നിലക്കാണ് അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉള്ളത്. ഒരു രോഗിയെപ്പോലും പുതുതായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ബെഞ്ചിൽ ഇരിക്കുകയും ആ ബെഞ്ചിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ടെസ്റ്റുകൾ ചെയ്യുകയും ഓക്സിജൻ കൊടുക്കുകയും ചെയ്തു. അവരുടെ ലിമിറ്റ് വെച്ച് മാക്സിമം ആണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞത് അവിടെ അന്ന് 2 ബെഡുകൾ രാത്രി 2 പേഷ്യൻസ് കോവിഡ് സെൻ്ററിൽ നിന്നും ഡിസ്ചാർജ് ആകുമ്പോൾ അതിൽ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ള നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ജില്ലാ ആശുപത്രിയിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഗവൺമെൻറ് കോവിഡ് സെൻ്ററിലും അത്രമാത്രം ഓവർ ഫ്ലഡഡും ഓവർ ബെഡിനുമാണ്. കംപ്ലീറ്റ് ബെഡുകളും ഫുള്ളാണ്. അദ്ദേഹത്തിൻ്റെ ഈ ശ്വാസതടസ്സം കൂടുകയും ഓക്സിജൻ സാച്ചുറേഷൻ 86-85 താഴുകയും ചെയ്തു. അതോടൊപ്പം ആ ഉടനെ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തുകയും, തുടർന്ന് ഇനിയാണ് അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വശം പറയുന്നത്. എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ ശേഷം ഈ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയും കോട്ടക്കലുള്ള 5ഓളം പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ബന്ധപ്പെട്ടു. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കോവിഡ് സെൻ്റർ, കോവിഡ് വാർഡുകളുള്ള ഹോസ്പിറ്റലുകൾ, എല്ലാ കോവിഡ് വാർഡുകളും പ്രത്യേകിച്ച് ICU ഉള്ള വാർഡുകളും ഫുള്ളാണ്. പലതും റൂമുകളിൽ ഒഴിവുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യമായെന്ന ഘട്ടത്തിലുള്ള പേഷ്യൻ്റാണ്. ആ വെന്റിലേറ്റർ സപ്പോർട്ടുള്ള ബെഡുകളും ഫുള്ളാണ്. വെന്റിലേറ്റർ അവൈലബിൾ അല്ല. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളെ മലപ്പുറം ജില്ലയിലെ ഇന്നത്തെ അവസ്ഥയാണിത്. എന്നിട്ട് അവസാനം ഇദ്ദേഹത്തിൻ്റെ മകന് കൂടുതൽ ടെൻഷനായി. ഇദ്ദേഹത്തിൻ്റെ ശ്വാസതടസ്സം കണ്ടിട്ട് പിന്നെ നമ്മൾ കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന അവസ്ഥയിൽ വീണ്ടും കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു റിസർവ് ബെഡ് ICU ബെഡ് അവർ ഒരുക്കി വെച്ചിരുന്നു വല്ല എമർജൻസി കേസിൽ. ആ ബെഡ് നമ്മളെ രോഗിക്ക് കൊടുക്കുകയും ആ രോഗി ഇന്ന് അവിടെ വൈകുന്നേരത്തേക്ക് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും വളരെ അവിടുത്തെ മാനേജ്മെൻറ്റ് അത്ര ഒരു നല്ല കാര്യം ചെയ്തു. നമ്മളെ രോഗി അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്മളെ മലപ്പുറം ജില്ല ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. കോവിഡ് വ്യാപനത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം ഒരു മാർച്ച് ഏപ്രിൽ സമയത്ത് 5 പേഷ്യൻ്റ് 6 പേഷ്യൻ്റ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വളരെ ലാവിഷായിരുന്നു. അന്ന് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ 108 ആംബുലൻസ് വരുമായിരുന്നു, ഉടനെ തന്നെ കൊണ്ടുപോകുമായിരുന്നു. അന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ലോക്ക്ഡൗണും കണ്ടെയ്ൻമെൻറ് സോണും ഉണ്ടായിരുന്നു. വളരെ ശ്രദ്ധിച്ച് മാസ്കും നടന്നിരുന്നു, ജാഗരൂകരായിരുന്നു. ഇന്നത്തെ അവസ്ഥ, ഇന്ന് ദിനേന 1000 രോഗികളാണ് ഉള്ളത്. പലരും പറയും ഇതൊരു ജലദോഷപ്പനിയല്ലേ, ഇതിനെന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം, അത് അസുഖം വന്ന് മാറൂലേ, എന്തിനാണ് ഇത്രത്തോളം ലോക്ക്ഡൗൺ വെക്കുന്നത്, എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പരിഭ്രാന്തരാക്കുന്നത് പറയുന്ന പലരും ഗ്രൂപ്പുകളിൽ നിന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്. ഇത് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്.
ഈ ഇന്ന് അവസ്ഥ എന്ന് പറഞ്ഞാൽ 1000 രോഗികളോടാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഓരോ ദിവസം വരുന്നത്. ഈ 1000 രോഗികൾ നമുക്ക് പറയാം 80% രോഗികൾ മുതൽ 800ഓളം രോഗികളും അസിംറ്റമാറ്റിക് ആണ്, ലക്ഷണങ്ങൾ കാണിക്കാത്തവരാണ്. പക്ഷെ ബാക്കി 200 രോഗികൾ, അതായത് 20% രോഗികൾക്ക് സിംറ്റംസ് ഉണ്ട്. ശ്വാസം മുട്ടൽ, ചുമ, അങ്ങനെ പനി തുടങ്ങിയ സിംറ്റംസ് ഉണ്ട്. അതിൽ തന്നെ 5% രോഗികൾ കൂടുതൽ ICU അഡ്മിഷൻ ആവശ്യമുള്ളതാണ്. ഈ രോഗികൾക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഫെസിലിറ്റി ഇന്ന് മലപ്പുറം ജില്ലയിൽ ഉണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഫെസിലിറ്റിയുടെ കുറവല്ല, രോഗികളുടെ എണ്ണം കൂടിയപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല, ഗവൺമെൻറ് മേഖലയാവട്ടെ, പ്രൈവറ്റ് മേഖലയാവട്ടെ, എല്ലാ 2 മേഖലയും ഒരുപോലെ തന്നെ ഓവർ ബേർഡനായി, ഓവർ ക്രൗഡായിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഒരു സീരിയസ് ആയ രോഗികൾ വന്നു കഴിഞ്ഞാൽ അവരെ ചികിത്സിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ കോവിഡ് വ്യാപനം നമ്മൾ ഈ അവസരത്തിലാണ് വളരെ ജാഗരൂകരായി നിൽക്കേണ്ട അവസരം. എല്ലാവരും നമ്മുടെ വീടുകളിലെ നമ്മുടെ ഉമ്മമാരെയും രക്ഷിതാക്കളെയും പ്രായം ചെന്നവരെ നമ്മൾ വളരെ സൂക്ഷിച്ച് മാറ്റി നിർത്തുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് നടപ്പിലാക്കുക, മാസ്ക് തീർച്ചയായിട്ടും ധരിക്കുക. നമ്മളെ കാരണം കൊണ്ട് അവർക്ക് അസുഖം വരാതെ ഇരിക്കാൻ നോക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, മലപ്പുറം ജില്ലയിൽ 5ഉം 6ഉം ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രായം മനസ്സിലാകും എല്ലാവരും മിക്കവരും 60, 70, 75 വയസ്സിൻ്റെ മുകളിലുള്ളവരാണ്. ഇവരാരും മാർക്കറ്റിൽ പോയി മാസ്ക് ഇല്ലാതെ നടക്കുന്ന മൂലോ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാത്ത മൂലോ കിട്ടിയവരല്ല. ഇവർക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അവരെ വീട്ടുകളിലെ മക്കൾ അല്ലെങ്കിൽ പേരക്കുട്ടികൾ കൊണ്ടുവന്ന് കൊടുക്കലാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളായിട്ട് നമ്മുടെ രക്ഷിതാക്കളെ, നമ്മളെ മുതിർന്ന പൗരന്മാരെ കൊലക്ക് കൊടുക്കണോ എന്നുള്ള വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇറ്റലിയിലെ ലംബാഡി എന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ലംബാഡി എന്ന സ്ഥലത്തെക്കുറിച്ച് അവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. അവിടെ ദിനം പ്രതി പേഷ്യൻ്റ് കൂടിക്കൊണ്ടുവന്നു, സീരിയസ് ആയ പേഷ്യൻ്റ് വന്നു. ഒടുവിൽ ഇവർക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കുന്നവർക്ക് വരെ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്തത് മൂലം കൂടുതൽ സീരിയസ് ആയ രോഗികളുടെ പ്രായം നോക്കിയിട്ട് പ്രായം കൂടുതലുള്ളവരിൽ നിന്നും വെന്റിലേറ്റർ മാറ്റി പ്രായം കുറവുള്ള രക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളവർക്ക് വെക്കേണ്ട അവസ്ഥ വന്നു. ആ അവസ്ഥയിലേക്കാണ് നമ്മുടെ മലപ്പുറം ജില്ല മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കരുതിയിരിക്കുക. ഇത് ഇന്ന് എനിക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവമാണ്. ഇന്ന് ആ രോഗിയുടെ, എൻ്റെ ബന്ധുവിൻ്റെ മകൻ്റെ കരച്ചിൽ ഞാൻ ഒരുപാട് നേരം കേട്ടാണ് എങ്ങോട്ട് ഉപ്പാനെ മാറ്റും എന്നുള്ളതിൽ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് റിവേഴ്സ് ക്വാറന്റൈൻ നടപ്പിലാക്കുക. ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും പറയുന്ന കർശന നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി.